3A അറ്റ്ലസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. അതായത് 3A അറ്റ്ലസിന് ഒരു നോൺ ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിപ്പോൾ സൂര്യനുമായിട്ടുള്ള പെരിഹീലിയൻ ഡിസ്റ്റൻസിൽ തന്നെയാണല്ലോ ഉള്ളത്. സൂര്യൻ്റെ ഏറ്റവും വലിയ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ ഓവർകം ചെയ്തുകൊണ്ട് എവിടെ നിന്നോ കിട്ടിയ ഒരു ഫോഴ്സ് വെച്ചിട്ട് അത് സ്വന്തം ട്രജക്ടറി പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു. സാധാരണ ഒരു കോമറ്റിന് അത് തികച്ചും അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഈ 3A അറ്റ്ലസ് എന്ന് പറയുന്ന കോമറ്റിന് അത് പോസിബിളായി. അതിനിങ്ങനെ സ്വന്തം ട്രജക്ടറി ഒന്ന് ഡീവിയേറ്റ് ചെയ്യാനുള്ള ബലം എവിടുന്ന് കിട്ടി? ചുറ്റുപാടുള്ളത് നമ്മുടെ തന്നെ ഗാലക്സിയിലുള്ള പ്ലാനറ്റ്സ് ആണ്, സ്റ്റാർസ് ആണ്. അതിനൊന്നും സൂര്യൻ്റെ അത്രയും ഗുരുത്വാകർഷണ ബലം ഇല്ല. പക്ഷേ എവിടെ നിന്നായിരിക്കും ഇതിനെ ഫോഴ്സ് കിട്ടിയിട്ടുണ്ടാവുക? ഒന്നുകിൽ അതിന് സെൽഫായിട്ട് ജനറേറ്റ് ചെയ്ത ഫോഴ്സ് ആയിരിക്കണം, അതല്ലെങ്കിൽ നമുക്കറിയാത്ത, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത എവിടെ നിന്നോ അതിന് ഒരു ഫോഴ്സ് കിട്ടി. അതായത് അതിന് പാത്ത് ഡീവിയേറ്റ് ചെയ്യാൻ പ്രാപ്തമാക്കിയ ഒരു ഫോഴ്സ് കിട്ടി. അപ്പോൾ ഒരു ഇൻവിസിബിൾ സോഴ്സ് അവിടെ ഉണ്ട്. ഞാൻ ഒരു സയൻസ് ഫിക്ഷണൽ റൈറ്റർ എന്നുള്ള രീതിക്ക് ചിന്തിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. വേറെ ചില കാര്യത്തിലും എനിക്കൊരു ചെറിയൊരു സംശയം തോന്നി. കാരണം ഇതൊരു നാച്ചുറൽ കോമറ്റ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊന്നും സംഭവിക്കേണ്ടതല്ല. കാരണം ഇതാണ്, നാസയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഇതിൻ്റെ ഒരു ഹൈ റെസൊല്യൂഷൻ ഇമേജ് തരാനൊക്കാത്തത്? അത് ഇപ്പോൾ ഇത്രയും നാളായില്ലേ, അവരെന്തായാലും ഒരു ഹൈ റെസൊല്യൂഷൻ ഇമേജ് പ്രിപ്പയർ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അതിൻ്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നു അവർക്ക് ഇതുവരെ ഹൈ റെസൊല്യൂഷൻ ഇമേജ് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഇത് ഈ ഒരു ഗാലക്സിയിലേക്ക് കടന്നു വന്ന സമയം തൊട്ട് അത് വാട്ടർ ജെറ്റ് സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയായിരിക്കാം അത്? അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഹൈഡ്രോക്സിൽ UV റേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാവുന്ന ബൈ പ്രോഡക്ട്സിനൊപ്പം തന്നെ ലൈറ്റും ഒരു ബൈ പ്രോഡക്റ്റാണ്. ഇത് കൃത്യമായിട്ട് ഒരു ഹൈ റെസൊല്യൂഷൻ പിക്ചർ എടുക്കുന്നതിന് അവർ തടയുന്നുണ്ട്. കാരണം കോമയുടെ കളറോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ കിട്ടില്ല, അത് ന്യൂക്ലിയസിൻ്റെ സൈസിനെ ഹൈഡ് ചെയ്ത് കളയും. അതുപോലെ തന്നെ പല കാര്യങ്ങൾ കൊണ്ടും ഇതിനൊരു അൺസർട്ടനിറ്റി സൃഷ്ടിക്കാൻ കഴിയും. അതിനുവേണ്ടി പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണോ എന്ന് എങ്ങനെ അറിയാം? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്രാസ്റ്റിക് കളർ ചേഞ്ച് ആണ്. ചുവപ്പിൽ നിന്ന് പച്ചയാവുന്നു, പച്ചയിൽ നിന്ന് നീലയാവുന്നു, ഡ്രാസ്റ്റിക് ആയിട്ട് കളർ ചേഞ്ച്. കോമറ്റ്സിൽ സ്വാഭാവികമാണ്, പക്ഷേ ഇത്ര ഡ്രാസ്റ്റിക് ആയിട്ട് അതൊന്നും കളർ ചേഞ്ച് ചെയ്യില്ല. പിന്നെ ബ്രൈറ്റനിങ്, ഇത് സൂര്യനോട് അടുത്ത് വരുന്നതോറും സബ്ലിമേഷൻ പ്രോസസ്സിൻ്റെ ഒരു ഔട്ട്പുട്ട് ആയിട്ടാണെങ്കിൽ പോലും സാധാരണയിൽ നിന്ന് വിഭിന്നമായിട്ട് അതിഭയങ്കരമായിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക് ബ്രൈറ്റനിങ്ങും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഇതിൻ്റെ കൃത്യമായ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്ന്, ക്യാപ്ചർ ചെയ്യുന്നതിൽ നിന്ന് ഇതിനെ തടയുന്നുണ്ട്. ആൽമ ഒബ്സർവേറ്ററിയുടെ ഒരു ഡാറ്റാസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് കിട്ടിയ അപ്ഡേറ്റ് ഇത് നോൺ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ അതിനുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡീവിയേഷൻ്റെ കാരണവും ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾക്കിടയ്ക്ക് ഒരു വലിയ ഡിസ്കഷൻ ആയിരിക്കുകയാണ്. ഇതൊക്കെ എത്രയും ഒരു നാച്ചുറൽ കോമറ്റ് ആണെന്ന് പറയുന്നവർ പോലും ഇപ്പോൾ ചെറുതായിട്ട് സംശയിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഇൻ്റർനാഷണൽ മീഡിയാസിലൊക്കെ ഇതിൻ്റെ വലിയ പേരിലുള്ള കവറേജ് വന്നിട്ടുള്ളത്.